കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് വികസന പ്രവൃത്തികൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടുനിൽക്കുന്നതായി ആക്ഷേപം. പ്രസിഡന്റിന്റെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ ഉയർന്നത്. കുറ്റിപ്പുറം നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന ബസ് സ്റ്റാൻഡ് വികസന പ്രവൃത്തികൾ അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതാണ് ആക്ഷേപം. ഇതിന്റെ ഭാഗമായാണ് ബസ് സ്റ്റാൻഡിന്റെ ഭൂരേഖകൾ കാണാനില്ലെന്ന അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഒരു വിഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ബസ് സ്റ്റാൻഡ് വികസന പദ്ധതികൾക്കുള്ള DPR തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഭൂരേഖകൾ കാണാനില്ലെന്ന വാദവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ദിവസങ്ങൾക്ക് രംഗത്തെത്തിയത്. പ്രസിഡന്റിന്റെ ഈ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ ഉയർന്നത്. ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഭൂരേഖകൾ പഞ്ചായത്തിൽ നിന്നും കാണാനില്ലെന്നും മറ്റും പറഞ്ഞ പ്രസിഡന്റ് ഇത് കണ്ടെത്തുമെന്നും പ്രഖ്യാപിച്ചു. ഇതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ചില മാധ്യമങ്ങൾ പഞ്ചായത്തിൽ നിന്നും കാണാതായ ഭൂരേഖകളുടെ സർവേ നമ്പറും മറ്റും പുറത്തുവിട്ടു. ഇതോടെ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തികൾ അട്ടിമറിക്കാനുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ നീക്കങ്ങൾ പാളി. മാസങ്ങൾക്ക് മുമ്പ് ഡീറ്റെയിൽ സർവേ പൂർത്തിയാക്കിയ ശേഷമാണ് ബസ് സ്റ്റാൻഡിന്റെ വികസന പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയത്. ഹൈവേ ജംഗ്ഷൻ മുതൽ സബ് രജിസ്റ്റർ ഓഫീസ് വരെയുള്ള ഡീറ്റെയിൽ സർവേ നടത്തി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയതാണ്. താലൂക്ക് സർവേയുടെയും വില്ലേജ് ഓഫീസറുടെയും സാന്നിധ്യത്തിൽ നടത്തിയ സർവേയിൽ ബസ് സ്റ്റാൻഡ് ഭൂമിയുടെ അതിരുകളും മറ്റും നിർണയിച്ച ശേഷമാണ് സ്കെച്ച് ഉൾപ്പെടെയുള്ള രേഖകൾ പഞ്ചായത്തിന്റെ സ്വകാര്യ ഏജൻസി തയ്യാറാക്കി നൽകിയത്. ഈ രേഖകൾക്ക് താലൂക്ക് സർവേയർ അംഗീകാരവും നൽകിയതാണ്. ഒന്നിലധികം സർവേ നമ്പറുകളാണ് നിലവിലെ ബസ് സ്റ്റാൻഡ് ഭൂമിയും അനുബന്ധ സമുച്ചയങ്ങളും സ്ഥിതി ചെയ്യുന്നത്. രേഖകളുടെ അടിസ്ഥാനത്തിൽ 2 മാസം മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയുമായി ഉപകരാർ വച്ചതും DPR പ്ലാൻ എന്നിവ തയ്യാറാക്കുന്നതിലേക്കായി ആദ്യ ഗഡുവായി 4 ലക്ഷം രൂപ കൈമാറിയതും 1970 കൈമാറി കിട്ടിയ ഭൂമിയുടെ പ്രമാണമടക്കമുള്ള രേഖകൾ നിലവിൽ ഇല്ലെങ്കിലും സർവേ നമ്പറും അനുബന്ധ രേഖകളും ലഭ്യമായിരിക്കെ പഞ്ചായത്ത് ഓഫീസിൽ രേഖയിലെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. 2020 ആദ്യ ബജറ്റിൽ 1 കോടി രൂപയും 2021 പ്രതീക്ഷിത വരുമാനമായി 25 കോടി രൂപയുമാണ് വകയിരുത്തിയത്. 55 വർഷം മുൻപാണ് പൊതുമരാമത്ത് വകുപ്പ് തിരൂർ റോഡ് മുതൽ പഴയ റെയിൽവേ സ്റ്റേഷൻ റോഡ് വരെയുള്ള ഭൂമി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയത്. പിന്നീട് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനും മറ്റുമായി പ്രദേശവാസികൾ ചില ഭൂമി സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ 10-15 വർഷത്തോളമായി നമ്മുടെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് അനുബന്ധ സ്റ്റാൻഡും മറ്റൊക്കെ നവീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് മാറി വരുന്ന പല ഭരണസമിതിയും പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. DPR ശരിയായില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ നിരവധി തവണ, അതായത് 3 ടേമായിട്ട് പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ 10-20 വർഷത്തോളമായി കുറ്റിപ്പുറത്ത് ഓട്ടോ ഓടുന്ന ഒരു ഓട്ടോ തൊഴിലാളിയാണ്. പക്ഷേ ഈ ഒരു സമയം നമുക്ക് പല സമയത്തും പല വാഗ്ദാനങ്ങളും തന്നുകൊണ്ട് നമ്മളെ പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാലത്ത് ഒരു ചെറിയ വർക്ക് എന്തോ ചെയ്തെന്നല്ലാതെ പിന്നെ പൊതുജനങ്ങൾ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓടയും മറ്റുമൊക്കെ നവീകരിക്കുക എന്നല്ലാതെ ഇതുവരെ അവിടുത്തെ കൃത്യമായിട്ട് ബങ്കുകൾ ഒരു നവീകരണം നടത്തുകയോ ഷോപ്പിംഗ് കോംപ്ലക്സ് പുതുതായിട്ട് വരും അതിനോടനുബന്ധിച്ച് പല കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് പാർക്കിങ്ങും മറ്റുമായിട്ട് ഓട്ടോ സ്റ്റാൻഡ് മറ്റ് ടാക്സി സ്റ്റാൻഡ് എല്ലാം നവീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടും ഈ കാലയളവ് വരെ 3 ടേമിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ UDF ആണ്. എങ്കിൽ പോലും ഇതുവരെ ആയിട്ട് മാറി വരുന്ന ഭരണസമിതിയിൽ നിന്നും, അതായത് UDFന്റെ ഭരണസമിതി ആണെങ്കിൽ കൂടിയും ഇതുവരെ ഒരു തവണ പോലും നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് നവീകരണവുമായിട്ട് പഞ്ചായത്ത് ഇടപെട്ടിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത്. വെറും 30 രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റൈഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ. 100 രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തത്. പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ. നിക്കാഹ്, ഫംഗ്ഷൻ, ഗെറ്റ് ടുഗദർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട്. സ്കൂൾ കുട്ടികൾക്ക് 100 റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റൈഡും അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ ഉണ്ട്.